Hi friends, welcome back to AKR Technical Malayalam YouTube channel. നമ്മളിന്ന് ഈ കാണുന്ന 1054 എന്ന വെസലിൻ്റെ ബാക്ക്വാഷ് രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതാണ് 1054 വെസൽ. ഇത് നമ്മൾ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ലൈനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. ടാങ്കിൽ നിന്നും ഈ മുകളിൽ കാണുന്ന ലൈൻ ഇന്നിലേക്കും റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ലൈൻ താഴെ കാണുന്ന ലൈൻ ഔട്ടിലേക്കുമാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് ബാക്ക് വാഷിലേക്ക് ആണ് തിരിച്ചു കൊടുത്തത്. ഇവിടെ ബാക്ക് വാഷ് ലൈനിൽ കൂടി ഇത് പുറത്തേക്ക് വെള്ളം വരുന്നതായി കാണാം. ഇപ്പോൾ യെല്ലോ കളർ വെള്ളമാണ് വരുന്നത്. അതായത് മുകളിൽ നമ്മുടെ ഫിൽറ്ററിൻ്റെ മുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിയും മറ്റു കാര്യങ്ങളും ഇതിൽ കൂടി നേരെ പുറത്തേക്ക് വരുന്നതാണ് കാണുന്നത്. ഇത് ഏകദേശം ക്ലിയർ ആകുന്നത് വരെ നമ്മളിതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം ഈ വാൽവ് തിരിച്ച് റിൻസിലേക്കാണ് ഇടേണ്ടത്. ഇത് 1 ഇഞ്ചിൻ്റെ വാൽവാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ബാക്ക് വാഷ് എഴുതിയിട്ടുണ്ട്. ഇത് നല്ല വലിയ കുഴപ്പമില്ലാത്ത വെള്ളമാണ്. എന്നാലും ഇതിൽ ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് നല്ല കലക്കൽ കാണും. ഉന്തടിയുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അയൺ കണ്ടൻറ്റ് അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇതുപോലെ ഈ മഞ്ഞ കളറിൽ വെള്ളം കാണാറുള്ളത്. അപ്പോൾ ഏകദേശം ക്ലിയറായി വരുന്നുണ്ട്. ഇത് നല്ല ക്ലിയർ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ അത് റിൻസിലേക്ക് വാൽവ് തിരിച്ച് ചേഞ്ച് ചെയ്യേണ്ടത്. ഇത് ഗ്രാവിറ്റി ഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. പലരും മോട്ടറിൽ നിന്ന് കണക്ട് ചെയ്യുന്ന കാര്യം ചോദിക്കാറുണ്ട്. മോട്ടറിൽ നിന്ന് കണക്ട് ചെയ്യാം, പക്ഷേ ഇതുപോലെ ക്ലിയർ ആകണമെന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചാണ് ഇത് ഫിൽറ്ററിൽ കൂടി ഇറങ്ങി വരുന്നതെങ്കിൽ നല്ല ക്ലിയറായിട്ട് വാട്ടർ കിട്ടുന്നതാണ്. അതേസമയം മോട്ടർ പ്രവർത്തിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വെള്ളം കയറും. അത് 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് 500 ലിറ്റർ ടാങ്ക് നിറയേണ്ട ടൈമേ എടുക്കുകയുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഫിൽറ്ററിങ് നടക്കില്ല. ഇതിപ്പോൾ സ്ലോയിൽ വരുന്നത് കാരണം നമുക്ക് ഫിൽറ്റർ ചെയ്ത് നല്ല ക്ലിയറായിട്ട് വാട്ടർ കിട്ടുന്നതാണ്. ഇനി നമ്മൾ റിൻസിലേക്കാണ് ഇപ്പോൾ ചേഞ്ച് ചെയ്തത്. നമ്മൾ ഇതിലേക്ക് കഴുകാൻ, അതായത് വാഷ് ചെയ്യാൻ വേണ്ടി കയറ്റിയ വെള്ളം തിരിച്ചിറങ്ങിപ്പോകുന്ന പ്രക്രിയയാണ് റിൻസ് മോഡ് എന്ന് പറയുന്നത്. റിൻസിലിട്ട് വെള്ളം ഏകദേശം തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഔട്ടിൽ ചെക്ക് ചെയ്താൽ അറിയാം വെള്ളം ക്ലിയറായിട്ട് വരുന്നത്. ഇപ്പോൾ നല്ല ക്ലിയറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വെള്ളം ഇതിൽ കൂടി വരുന്ന വെള്ളം ക്ലിയർ ആയതിനു ശേഷം നേരെ ഫിൽറ്റർ മോഡിലേക്കാണ് ഇടുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, ഇപ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയറായിട്ട് വെള്ളം വരുന്നുണ്ട്. ഇത് 2 ദിവസം 3 ദിവസം വെള്ളത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അത് ഓരോ പ്രദേശത്തും ഓരോ രീതിയിലായിരിക്കും വെള്ളത്തിൻ്റെ ക്വാളിറ്റി. അത് നമ്മൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് 2-3 ദിവസത്തിനകം ഇത് ബാക്ക് വാഷ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ഫിൽറ്ററിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നേരെ ഈ ഇൻലെറ്റ് എന്ന് പറയുന്ന ഇതുവഴി നേരെ വെള്ളം നമ്മുടെ ഫിൽറ്ററിലേക്ക് പോയി ഔട്ട് നേരെ പുറത്തേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ബാക്ക് വാഷിങ്. സിമ്പിളാണ്. ഈ വെസൽ ഫിൽറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതിൽ വേണ്ട നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഞാൻ വാട്സപ്പിൽ കൂടി കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെങ്കിലും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.